أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ 57ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനു ഷരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിൽ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് പഠിക്കണമെന്ന ഉദ്ദേശത്തോട് ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ അനുഗ്രഹീതമായ ഖുർആൻ ഇറങ്ങൽ കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ കുറച്ച് സമയം ഖുർആൻ പഠിക്കാനും ഓതാനും ഒക്കെ മാറ്റിവെക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ പ്രതിഫലം കണ്ടുകൊണ്ട് നാളെ ഖബറിലും മഹ്ശറിലുമൊക്കെ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ഒരാവൃത്തിയെങ്കിലും തെറ്റുകൂടാതെ ഖത്മോദാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇതാണ് രണ്ടാമത്തെ പത്തിലെ ദിക്ർ. പരമാവധി അധികരിപ്പിക്കണം. നിസ്കാരത്തിൻ്റെ ദുആഇൻ്റെ ശേഷം മാത്രമായി ഒതുക്കേണ്ട ഒന്നല്ല. അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്നുള്ള 4 കാര്യങ്ങൾ പടച്ചതമ്പുരാനോട് ചോദിക്കുന്ന മഹത്തായ ദിക്ർ അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ജുസിയിലെ അര ജുസ് കഴിഞ്ഞു. വൽഫജിർ സൂറത്ത് വൽഫജിരിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. ഓക്കെ, വൽഫജിരി അവസാനത്തെ ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. പ്രിയമുള്ള മോമിനിങ്ങളെ, ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ അള്ളാഹു ചില പ്രത്യേക ആളുകൾക്ക് മാത്രമാണ് അവസരം കൊടുക്കുക. യുളില്ലു മയ്യശാ യഹ്ദി മയ്യശാ എന്ന് ഖുർആൻ തന്നെ ഉണ്ട്. ഖുർആൻ ഓതി ചിലവർ നന്നാവും, ചിലവർ നാശാവുകയും ചെയ്യും. അള്ളാഹു ഖുർആൻ കൊണ്ട് ഇരു ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വൽഫജിരി വലയാലിൻ നശ്ർ എന്ന് പറയുന്ന സൂറത്തുൽ ഫജ്റിലെ 20 ആയത്ത് നമ്മൾ പഠിച്ചു അല്ല, 21 ആയത്ത് നമ്മൾ പഠിച്ചു. എവിടം വരെ പഠിച്ച്? ദക്കൻ ദക്ക എന്നുള്ള 21-ാമത്തെ ആയത്ത് വരെ പഠിച്ചു. ഇനി 22-ാമത്തെ ആയത്ത് മുതലാണ് പഠിക്കാനുള്ളത്. കല്ല ഇത ദുഃഖത്തിൽ നിന്നു ദക്കൻ ദക്ക. ഇനി ബാക്കിയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കല്ലേ, അറബി ഖുർആൻ പഠിക്കണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ആരെങ്കിലും വീഡിയോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഖുർആൻ പഠിക്കണമെങ്കിൽ ബേസിക് ആയിക്കൊണ്ട് അറബി വായിക്കാൻ അറിയണം. അറബി വായിക്കാൻ അറിയണമെങ്കിൽ അറബി അക്ഷരങ്ങൾ അറിയണം. അറബി അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടി എഴുതണം, നീട്ടി എഴുതണം എന്നുള്ളതൊക്കെ പഠിക്കണം. അപ്പോൾ അതറിയാത്തവർ ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് കാണാം. ആ ക്ലാസ്സുകൾ ദിവസേന ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് വളരെ എളുപ്പത്തിൽ സുഖമായി അടിപൊളിയായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അറബി എഴുതാനും വായിക്കാനും പഠിക്കാം. അറബി എഴുതാനും വായിക്കാനും പഠിച്ചവർക്ക് ഖുർആൻ ശരിക്ക് നോക്കി ഓതാനും കിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന 57-ാമത്തെ വീഡിയോ നിങ്ങൾ ഇതിൻ്റെ 1-ാമത്തെ വീഡിയോ മുതൽ കാണണം. 1-ാമത്തെ വീഡിയോ മുതൽ കാണുമ്പോഴാണ് ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെ കൂട്ടുകാർ, പരിചയക്കാർ, ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഓതിയാൽ തെറ്റുമോ എന്ന് പേടിയുള്ളവർ, അക്ഷരങ്ങൾ അറിയാത്തവർ, അവർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യസമേതം MS വോയിസ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, അറബി എഴുതി പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഒരു പേജ് ഓതി ഖത്തം തീർക്കാനുള്ള സംവിധാനമുണ്ട്. ഖുർആൻ ഒരു 7 ഓതി ഖത്തം തീർക്കാനുള്ള സംവിധാനമുണ്ട്. ഖുർആൻ ഒരു ജുസ് ഓതി ഖത്തം തീർക്കാനുള്ള സംവിധാനമുണ്ട്. തജ്വീദിൻ്റെ നിയമങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ. ഇനി എന്താ വേണ്ടത് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട്? ഏറെക്കുറെ ഖുർആനുമായി ബന്ധപ്പെടാനുള്ളതൊക്കെ ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഈ ചാനലിലെ സന്ദേശം എത്തിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്തോളി. ഓക്കെ, ഇൻഷാ അല്ലാഹ് റമളാൻ ചെയ്ത് അതിനുള്ള കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 22-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് അല്ലേ? റൗണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു റൗണ്ട് നമ്മളിങ്ങനെ വരച്ചു വെക്കുക. അതിനുള്ളിൽ എഴുതണ്ട. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം നോക്കുക, ഇതിൽ അപ്പുറത്തുള്ള ലൈറ്റിൻ്റെ കളറാണത്. അപ്പം ഞാനത് തർത്തീബാക്കിക്കോളാം എഴുത്തിൽ. വജാഅ റബ്ബുക എങ്ങനെ എഴുതാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാവ് ജീമ് വജാഅ. അങ്ങനെ വായിക്കുക. ഇത് എഴുതിയത് ശരിയായില്ല, കയ്യൊന്ന് വളഞ്ഞ് തിരിഞ്ഞു പോയി. ഒന്നും കൂടി. വജാഅ വാവ് നമ്മൾ ഇങ്ങനെ എഴുതി, ജീമ് ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്താ വായിക്കുക? വജാഅ. വജാഅ റബ്ബുക. മദ്ദക്ഷരം ഹംസ് വന്നു അല്ലേ? അപ്പൊ മദ് മുത്തസിലാണിത്. വജാഅ റബ്ബുക. നീ ഇത് വായിച്ചോളിട്ട് ഞങ്ങള്. എന്താ വായിക്ക? വൽ മലക്കു. ഇവിടെ ഒരു സ്വാദ്, ഒരു ഫാ.
എന്താ വായിക്കുക? വായിക്കും മക്കളെ. വീണ്ടും അതേപോലെ തന്നെ ആയത്ത് അവസാനിച്ചു കേട്ടാ. വൽമലകു സഫൻ സഫാ വജാഅ റബ്ബുക വൽമലകു സഫൻ സഫാ. അടുത്തത് നോക്കിയോളി മക്കളെ. എന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ടൊരു ഒറ്റക്ഷരത്തിനൊരു യാ ഇട്ടുണ്ട്. ഇതിന്റെ എഴുത്തൊരു പ്രത്യേക എഴുത്താ. എന്താ വായിക്കുക? ജീമിന് കെസറാണ്, കെസറിന് ശേഷം യാ ഇട്ടിട്ടുണ്ട്. അപ്പൊ കെസറിന് ഇട്ടാ യാ. എന്താ വായിക്കുക? വജീ ആ. എന്താ വായിക്കുക? വജീ ആ. ഇവിടെ കെസറിന് ശേഷം യാ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു മദ്ദുണ്ട്. വജീ ആ. കെസറിന് ശേഷം യാ വന്നു, യാന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് മദ്ദുള്ളത് കേട്ടാ. അപ്പൊ എന്താ? കെസറിന് ശേഷം യാ വന്നു. യാ മദ്ദക്ഷരല്ലേ? മദ്ദക്ഷരം ഏതൊക്കെ? അലിഫ് വാവ് യാ. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ കൂടുതൽ നീട്ടണം. ഇവിടെ മദ്ദക്ഷരമായ അലിഫ് വന്നതിന് ശേഷം ഹംസ വന്നപ്പോൾ കൂടുതൽ നീട്ടി. മദ്ദക്ഷരമായ യാ വന്നതിന് ശേഷം ഹംസ വന്നപ്പോൾ കൂടുതൽ നീട്ടണം. ഇവിടെ മദ്. ഇവിടെ ഇങ്ങനെയാണ് എഴുതാ. വജീ ആന്നിട്ട് അലിഫ് ഇട്ടിട്ട് നീട്ടിട്ട് പിന്നെ യാ ഇട്ടിട്ട് ഹംസ ഇങ്ങനെയാണ് എഴുതാ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓതാന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓത എങ്ങനെയാണ്? വജീ ആ, വജീ ആ. ഓക്കെ, അടുത്തത് നോക്കി. എന്താ വായിക്കുക? വജീ ആ യൗമഇദിൻ. ഈ ഹംസ ചിലപ്പോ അടിയിലായിക്കാരണ്ട, ഒന്നും കുഴപ്പമില്ല. വജീ യൗമഇദിൻ. അടുത്തത് ബാ ജീമ് ഹാ നൂന് മീമ്. ബി ജഹന്നമ. വജീഅ യൗമഇദിൻ ബി ജഹന്നമ. ഇവിടെ ഒരു ജീമുണ്ട്, അപ്പൊ ഇവിടെ വക്ക് നിർത്താം. അപ്പൊ എന്തായി? വജീഅ യൗമഇദിൻ ബി ജഹന്നം. അങ്ങനെ ഓതാ കേട്ടാ. വീണ്ടും എന്താ വായിക്കുക? യൗമഇദിൻ യൗമഇദിൻ. അടുത്തത് ഇങ്ങോട്ട് നോക്കി. യാ താ ദാല്. വായിച്ചോളി. കാഫ് റാ. എന്താ വായിക്കുക? യതദക്കറു യതദക്കറു. ഇനി അടുത്തത് ഒരു അലിഫ്, ഒരു ലാം അലിഫ്, ഒരു സുക്കൂന്. അപ്പൊ എന്തായി? യതദക്കറുൽ എന്നായി. ഇവിടെ ഒരു കസ്ർ ഇട്ട് കൊടുത്തു. അപ്പൊ യതദക്കറുൽ ഇ. യതദക്കറുൽ ഇ. നൂന് സീന്. അപ്പൊ എന്താ വായിക്കുക? യതദക്കറുൽ ഇൻസാനു. അടുത്തത് എന്താ വായിക്കുക? നൂന് യാ. ഷദ് ഇടാ, എന്നിട്ട് ഇങ്ങനെ ഇടാ. വ അന്ന. എന്താ വായിക്കുക? വ അന്ന ലാമ് ഹാ. ഇപ്പൊ എന്താ വായിക്കുക? ലഹു. ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ദാല് ഷദ്. വ അന്ന ലഹുദ്ദി. ലഹുദ്ദി. പിന്നെ ഒരു കാഫ് റാ. ലഹുദ്ദിക്ര. എന്നിട്ട് ഇവിടെ യാ ഇട്ടിട്ട് കുഞ്ഞലിഫ് ഇടാം. وأنى له الذكرى يتذكر الإنسان وأنى له الذكرى. നോടിയോത്. വജീഅ യൗമഇദിൻ ബി. കസ്ർ തന്മേഷം ബാ വന്നുണ്ട്. അപ്പൊ എന്താണ്? ബാ വന്നാൽ ഇഖ്ലാബാണ് കേട്ടാ. ബാ വന്നാൽ ഇഖ്ലാബാണ്. യൗമഇദിൻ ബി. ഇവിടെ ഒരു ഇവിടെ ഒരു സാക്കിനായി നൂനുണ്ട്. ആ നൂനിനെ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതേണ്ടത്. യൗമഇദിൻ എന്ന് നൂന് പറയാതെ യൗമഇദിൻ എന്ന് മീമ് പറയണം. യൗമഇദിൻ ബി ജഹന്നമ യൗമഇദിയ. കസ്ർ തൻവീന് ആവുന്ന ഇദാംബി ഉന്നാണ്. അപ്പോൾ ശബ്ദ വരും. ഇയ യൗമഇദിയ യതദക്കറുൽ ഇൻസാനു. നൂനിന് ശേഷം സീൻ വന്ന് ഇഖ്ഫാ നയമം. وأنى له الذكرى. അടുത്ത ആയത്ത്. അടുത്ത നോക്കിക്കോളി കേട്ടാ.
യാ ഖാഫ് വാവ്. എന്താ വായിക്കുക? വായിച്ചോളി. യഖൂലു യഖൂലു. യാ ലാമ് യാ താ നൂനും യാവും. ഇതിവിടെ യാ ഇട്ടു. ഇപ്പൊ എന്താ വായിക്കുക? യഖൂലു യ. ഇവിടെ ഫത്തയുടെ ഒരു കുഞ്ഞലിഫ് ഇടും. അപ്പൊ എന്താ വായിക്കുക? യാ. ഇപ്പൊ എന്താ? ഇല്ല. യാ ല ലൈ ത നീ. യഖൂലു യാ ലൈതനി. ഒരു ഖാഫ് ധാലി മീം താ. എന്താ വായിക്കുക? ഖദ്ദംതു ഖദ്ദംതു. യഖൂലു യാ ലൈതനി ഖദ്ദംതു. ഒരു ലാമ്, അതിൻ്റെ ഇടയിൽ ഒരു ഹാ, ഒരു യാ. ലാമിന് കിസ്ർ കിട്ടു, ഹായിന് ഫത്ത് കിട്ടും. എന്താ വായിക്കുക? ലി ഹയാതാഉ യാഉ. ലി ഹയാതി. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. ആയത്ത് അവസാനിച്ചു. അടുത്തത്, അടുത്ത ആയത്ത് വായിച്ചോളി. ഫയുഅദ്ദിബു ഫയുഅദ്ദിബു. അങ്ങനല്ല, ഫയൗമ ഇതിന്നുണ്ട് ഇവിടെ കേട്ടാ. ഇവിടെ വേറൊരാൾക്ക് വിട്ടുപോയിട്ടുണ്ട്. നോക്കൂ. ഫയൗമ ഇതിൻ ഫയൗമ ഇതിൻ. അടുത്ത് നോക്ക്. ഒരു ലാമലിഫ് ഷദ്. ഫയൗമ ഇതില്ല കസ്ർ തൻവിനേഷൻ ലാവ് വന്നാൽ ഇദ്ഗാം ബിലാവുന്നെയാണ്. ഇദ്ഗാം ചെയ്യാതെ ഷദ് ചെയ്ത് ഉച്ചരിക്കണം. അതാണ് അവിടെ ലാമിന് ഷദ് വന്നത്. ഫയൗമ ഇതില്ല. ഇനി നേരത്തെ എഴുതിയത് യാ ഐന് ദാല്. ഫയൗമ ഇതില്ല യുഅദ്ദിബു. ഫയൗമ ഇതില്ല യുഅദ്ദിബു. ഐന് ദാല്. അദാബഹു. അഹദുൻ. ആയത് അവസാനിച്ചു. അപ്പൊ നമ്മൾ അഹദ് എന്ന് പറഞ്ഞ് നിർത്തും. ഫയൗമ ഈദിൻ, അന്നേ ദിവസം ലാ യുഅദ്ദിബു, ശിക്ഷിക്കപ്പെടുകയില്ല, അദാബഹു, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ, അഹദുൻ, ഒരാളും ശിക്ഷിക്കുകയില്ല. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടാ. വജാ റബ്ബുക, നബി അങ്ങയുടെ റബ്ബ് വരികയും വല മലക്കു, മലക്കുകൾ വരികയും സഫൻ സഫാ, വരി വരിയായിട്ട് ഖിയാമത്ത് നാളില് ഹിസാബിനായി വരികയും ചെയ്താൽ, വജീഅ യൗമഇദിൻ, അന്നേ ദിവസം കൊണ്ടുവരപ്പെടും, ബിജഹന്നമ, നരകത്തെ, യൗമഇദിൻ, അന്നേ ദിവസം, യതദക്കറുൽ ഇൻസാനു, മനുഷ്യൻ ഓർക്കും, വഅന്നാ ലഹു ദിക്റാ, അവന് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അവന്റെ കിതാബിൽ എഴുതിയതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അവൻ ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ഓർക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ജീവിതം, യഖൂലു, അവർ പറയും, യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ജീവിതം ദുനിയാവിൽ നല്ല നിലക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നല്ല നിലക്ക് ജീവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാനിവിടെ ഉഷാറാക്കിയിരുന്നേനെ പറയും. നമ്മളൊക്കെ പറയും, നമ്മൾ ഉഷാറാക്കുമോ? ഇവിടെ ഉഷാറാക്കണേ. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അത് നമുക്കുള്ള സൂചനയാണ്, നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഓള് മരിക്കണ്ട തന്നെ, അല്ലെങ്കിൽ ഓ മരിക്കണ്ട തന്നെയാണ് നമ്മൾ പറയുള്ളൂ. നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പ്രയാസം വന്നാൽ അടുത്തത് അനക്കാട് ഹംക്കെ മര്യാദക്കാട് നോളി എന്ന അതിലൊരു ധ്വനി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഓന് ഇച്ചിരി കുരുത്തക്കടന, ഓനക്ക് കിട്ടണ്ട തന്നെ. അങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് വരിക. ഫയൗമഇദിൻ, അന്നേ ദിവസം, ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അത് പോട്ടെ, നമുക്കത് പറയില്ല, ഇവിടെ അർത്ഥമല്ല. വല, അടുത്ത ആയത്ത്, അടുത്ത നോക്കി വായിച്ചോളി. എന്താ വായിക്കുക? വലായൂസിഖു. നോക്കൂ, സ ആണ് കേട്ടാ.
വലാ യൂസിഖു വസാഖഹു വസാഖഹു വലാ യൂസിഖു വസാഖഹു. അടുത്തത് ആയത്ത് അവസാനിച്ചു. വസാഖഹു അഹദ്. അപ്പോൾ ഹാവുലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തായതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വാവ് ഉണ്ടാവും, ചെറുതായിട്ട് നീട്ടണം. വലാ യൂസിഖു വസാഖഹു അഹദ്. നീട്ടിയാൽ മാത്രം പോരാ, അവിടെ ഹംസ് വന്ന കാരണം കൊണ്ട് മദ്ദും കൂടിയാണ്, അപ്പൊ കുറച്ചധികം നീട്ടണം. വലാ യൂസിഖു വസാഖഹു അഹദ്. അടുത്തത് നോക്കി. യാ അയ്യതുഹൻ നഫ്സു യാ അയ്യതുഹൻ നഫ്സുൽ നഫ്സുൽ. മീമിന് ദമ്മ്, ത്വാഇന് സുക്കൂന്, കിസർ, ഒരു നൂനും ഒരു താവും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്താ വായിക്കുക? മുത്മഇന്ന. ആയത്ത് അവസാനിച്ചു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ശാന്തത ലഭിച്ച, സമാധാനം ലഭിച്ച ശരീരമേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. തൃപ്തനായിക്കൊണ്ട് സന്തോഷനായിക്കൊണ്ട് നിന്റെ റബ്ബിലേക്ക് നീ പ്രവേശിച്ചോ. ഫദ്ഖുലി ഫീ ഇബാദി. നല്ലതായ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ. വദ്ഖുലി ജന്നതി. സ്വർഗത്തിലേക്കും പ്രവേശിച്ചോ എന്ന് നല്ല മനുഷ്യന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിസാബിന്റെ ഒക്കെ അവസാന സമയത്ത് പറയുമെന്നാണ് അത് പറഞ്ഞു വരുന്നത്. അപ്പൊ നോക്കൂ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അടുത്തത് വായിച്ചോളിട്ടാ. എന്താ വായിക്ക? ജീം ഐന് കസർ. എന്താ വായിക്ക? ഇർജിഇ. എന്താ വായിക്ക? ഇർജിഇ. ഇവിടെ ഹംസാണ്, ലാമും യാവും. ഇർജിഇ ഇല. ഈ ആയിന് ശേഷം ഹംസ് വന്നു, അപ്പൊ ഇവിടെ മദ് വന്നു. മദ്ദശന് ശേഷം ഹംസ് വന്നപ്പോ അവിടെ മദ് വന്നു, നീട്ടണം കേട്ടാ. ഇതെന്താ വായിക്കുക? ഇർജിഇ ഇല. ഇർജിഇ ഇല. ഇനി നോക്കി വായിച്ചോളി. എന്താ വായിക്കുക? ഇലാ റബ്ബിക്കി ഇർജിഇ. നീ മടങ്ങണേ. ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക്. അടുത്തത് റാളിയതൻ. എങ്ങനെ ഇതാ? റാളിയതൻ. റാളിയതൻ മർളിയതൻ. മീമ് ശബ്ദം ഉണ്ടാവും. ലാ യാ താ. റാളിയതൻ മർളിയ. ആയത്ത് അവസാനിച്ചു. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അടുത്തത് ഫദ്ഖുലി ഫീ ഇബാദി. ഫാ ഇട്ട ഹംസ എങ്ങനെ ഇടാ? എന്നിട്ട് എന്തായി? ഫദ് ഖാ ലാം. ഫദ്ഖു ലാമിന്റെ കൂടെ യാ. അപ്പൊ എന്തായി? ഫദ്ഖുലി. എന്താ വായിക്കുക? ഫദ്ഖുലി ഫീ ഇബാദി. ഫീ ഇട്ടിട്ട് യാ ഇടാ. അപ്പൊ ഫീ ഇബാദി. ഐന് ബാ. ഇബാദി ഒരു യാ കൊണ്ട് ഇടാ. കുത്തിട്ടാലും കുത്തിട്ടില്ലെങ്കിലും നീട്ടി വായിക്കും. ഫദ്ഖുലി ഫീ ഇബാദി. ഫദ്ഖുലി ഫീ ഇബാദി. അടുത്ത ആയത്ത് കഴിഞ്ഞു ട്ടാ. ഒരു വദ്ഖുലും കൂടി. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അടുത്തെന്താണ്? ജന്നത്ത്. ജന്നത്ത് എങ്ങനെ ഇതാ? മനസ്സിലാവാൻ വേണ്ടി കറുത്ത കളർ ഉണ്ട് ഇതാ കേട്ടോ. ജീം ഇങ്ങനെ എഴുതി, നൂൻ ഇങ്ങനെ എഴുതി, താവും യാവും കൂട്ടി എഴുതാ. അപ്പൊ എന്തായി? ജ ന തി
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നമുക്കിനി ഒന്നുകൂടി ഒന്ന് ഓതി വെക്കാം. ഇന്ന് ആയത്ത് കുറച്ച് കൂടുതലുണ്ട്, പിന്നെ സൂറത്താണ് കഴിഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നോക്കാം. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد. ഇവിടെ ഒരു മദ്ദുണ്ട് കേട്ടോ. ഹാവുലമീറിന്റെ മുമ്പും ശേഷം അർക്കത്താവുമ്പോൾ ഹാവുലമീറിന് ചെറുതായിട്ടൊന്ന് നീട്ടണം. അവിടെ നീട്ടാനുള്ള വാവ് വന്നു. അപ്പോൾ മദ്ദശന് ഹംസ വന്ന കാരണത്താൽ കൂടുതൽ നീട്ടണം. അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. ഇവിടെ മദ്ദുണ്ട് കേട്ടോ. യാ ഇവിടെ മദ്ദുണ്ട്. മദ്ദശന് ഹംസ വന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ. ഇവിടെ മദ്ദുണ്ട്. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി. നീട്ടി നിർത്തണം കേട്ടോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇങ്ങനെ നീട്ടിയാണ് നിർത്തേണ്ടത്. ഓക്കെ. അപ്പോൾ സൂറത്തുൽ ഫജ്ർ ഓതിക്കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഹാഫിള് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഖിറാത്ത് കേട്ട് എല്ലാവരും തെറ്റുകൂടാതെ ഖുർആൻ ഓതി പഠിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മളെ ഓത്തുകേക്കല്ലേ, എന്നാ കേട്ടോളൂ കേട്ടോ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. എല്ലാവരും ഒരു
3 സ്വലാത്ത് ഇല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നോമ്പുകൾ, നമസ്കാരങ്ങൾ, സദഖകൾ, ഹദിയകൾ, ഖുർആൻ പാരായണങ്ങൾ, എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ റബ്ബേ. പ്രത്യേകിച്ച് പുണ്യ റമദാനിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടി ഇന്ന് ഖുർആൻ ഓതിയത്, ചൊല്ലിയത്, പഠിച്ചതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില തവാബിൽ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഹദിയ നിന്ന് സ്വതക്ക നൽകിയവർ, അഭ്യുദയകാംക്ഷികൾ, അള്ളാഹു എല്ലാവരുടെയും കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരോടൊത്ത് നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പുണ്യ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ പാപമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബദരീങ്ങളുടെ ആണ്ട് ദിവസം അടങ്ങുന്നതായി 2ാമത്തെ പത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരെ, ആദരിക്കുന്നവരെ, ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ആരെ സ്നേഹിക്കുന്നു അവരോട് കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നിന്റെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഹബീബിന്റെ സന്തത സഹചാരികളായ സ്വഹാബിമാരെ, സ്വഹാബത്തെ കിറാമിനെ, അഹ്ലു ബൈത്തിനെ, സ്വഹാബുൽ കിറാമിനെ, അല്ലാഹുവേ, നിന്റെ ഔലിയാക്കളൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരോടൊപ്പം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീക്കി ഖൈറിലാക്കണേ അല്ലാഹ്. റബ്ബേ, മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹാനുഭവത്തിലൂടെ ലോക വിജയികളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവന് ശിഫാ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകൾ അനുഭവിക്കുന്നവരുണ്ട്. സലാമത്ത് നൽകി സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. മരിക്കുന്നതിൻ്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പല ഉമ്മമാരും സഹോദരിമാരും ഹദിയകളൊക്കെ അയച്ചു തന്ന്, പ്രത്യേകം സദഖകൾ അയച്ചു തന്ന് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാഹ്. അവരുടെ സാമ്പത്തിക ഉറവിട മേഖലയിൽ ഈമാൻ, ഇബാദത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين. تقبل الله. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ക്ലാസ്സുകളൊക്കെ എടുത്ത് വിടും. ഒരു പക്ഷേ ഒന്നിന് പിറകൊന്നൊന്നായി അടുത്തടുത്ത ദിവസങ്ങളൊന്നും വന്നോളണമെന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആയിരക്കുക. മകളുടെ കല്യാണമാണ് ഏപ്രിൽ 28 ഒക്കെ റാഹത്തായിട്ട് നടക്കണം. സ്വർണത്തിൻ്റെ വിലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? റെക്കോർഡ് വിലയിലേക്ക് ഗോൾഡ് എത്തിയിരിക്കുകയാണ്, ലോക റെക്കോർഡിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുള്ള നമ്മളെ മക്കളുടെ വിവാഹമൊക്കെ മാന്യമായ രീതിയിൽ ഇജ്ജത്തോടു കൂടി നടത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്കൊക്കെ തുറന്നു തരട്ടെ. പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നിങ്ങളും ദുആയിരക്കണം. അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ സലാമത്തിലാക്കട്ടെ. ആമീൻ. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.